ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കേരള ടൈലറിംഗ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്ക് ഒരാളെ ചേർക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടൈലർ വെൽഫെയറിന്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ച ശേഷം ഇവിടെയായിട്ട് ന്യൂ മെമ്പർ രജിസ്ട്രേഷൻ ഒരു ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് അപേക്ഷയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപേക്ഷകന്റെ ഫോട്ടോ, സിഗ്നേച്ചർ, ഏജ് പ്രൂഫ് സർട്ടിഫിക്കറ്റ്, ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ എംപ്ലോയർ അല്ലെങ്കിൽ ALO സർട്ടിഫിക്കറ്റ്. ഇനി 4 കാര്യങ്ങളാണ് മാൻഡേറ്ററി ഡോക്യുമെന്റ് എന്നുള്ളത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ്. രണ്ടും മാൻഡേറ്ററി അല്ല. ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന അപേക്ഷയാണെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, വില്ലേജ് ഏതാണ് എന്നുള്ളത് ഇവിടെ നിന്നും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷന്റെ വില്ലേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അപേക്ഷ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗങ്ങളൊന്നും പൂരിപ്പിക്കാതെ അപേക്ഷ നമ്പർ മാത്രം കൊടുത്ത് ഷോ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിവ്യൂസ് ആയിട്ടുള്ള അപേക്ഷ അവിടെ കാണിക്കും. അത് തിരുത്തലുകൾ വരുത്തി അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു അപേക്ഷ മോഡിഫൈ ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ കാണുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള, അതായത് സ്റ്റാർ മാർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമ്മൾ പൂരിപ്പിക്കുക. അവിടെ പേര് എന്നുള്ള ഭാഗത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുക്കാനുണ്ട്. 2 ടൈപ്പിൽ നമ്മൾ കൊടുക്കണം. മലയാളത്തിലും കൊടുക്കണം, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ജനന തീയതി കൊടുക്കുക. അടുത്ത കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വയസ്സ് അവിടെ വരുന്നതാണ്. അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മേൽവിലാസം കൃത്യമായിട്ട് തപാൽ ഓഫീസ്, പിൻകോഡ് ഉൾപ്പെടെ ഇവിടെ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് എല്ലാം തന്നെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിലവിൽ ഏതെങ്കിലും ക്ഷേമനിധിയിൽ അംഗമാണോ എന്നുള്ളതാണ് ചോദ്യം. ആണെങ്കിൽ ആണ് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം തന്നെ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. ആണ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കണം. അടുത്തായിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ബാങ്കിന്റെ പേര്, ബാങ്കിന്റെ ബ്രാഞ്ച്, അതായത് ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നീ കാര്യങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. റേഷൻ കാർഡ് നമ്പർ മാൻഡേറ്ററി അല്ല, ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ട്രേഡ് യൂണിയൻ, എംപ്ലോയർ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ഏതാണെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നിട്ട് നോമിനിയുടെ പേര്, നോമിനിയുടെ വയസ്സ്, നോമിനിയുമായിട്ടുള്ള റിലേഷൻ എന്താണ്, അവർക്ക് എത്രയാണ് ക്ഷേമനിധി വിഹിതം, നോമിനിയുടെ വിലാസം, അതുപോലെ തന്നെ നോമിനിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. തൊട്ട് താഴെയുള്ള കോളത്തിലെ നോമിനി മൈനർ ആണെങ്കിൽ രക്ഷിതാവിനെ സംബന്ധിച്ച വിവരമായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് നോമിനി മൈനർ ആണെങ്കിൽ അവരുടെ രക്ഷിതാവിന്റെ പേരും ആ ഒരു കുട്ടിക്കുള്ള ബന്ധവും അതുപോലെ തന്നെ വയസ്സും മേൽവിലാസവും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ ആവശ്യമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ, സിഗ്നേച്ചർ, ഏജ് പ്രൂഫ്, ട്രേഡ് യൂണിയന്റെ അല്ലെങ്കിൽ എംപ്ലോയറുടെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ആ ഒരു അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പർ ലഭിക്കുന്നതാണ്. ഒരു അപേക്ഷ നമ്പർ പോലത്തെ ഒരു അപേക്ഷ നമ്പർ ലഭിക്കും. ആ നമ്പർ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുക. അതായിരിക്കണം അവരുടെ അപേക്ഷ നമ്പർ എന്നുള്ളത്. അപേക്ഷ നമ്പർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് അതിന്റെ സ്റ്റാറ്റസ് എന്തായി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലാണ് ഒരു മെമ്പറെ നമുക്ക് പുതുതായിട്ട് ടൈലർ വെൽഫെയർ ബോർഡിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ നടത്തുന്നത്.